ഒറ്റക്കായി പോയി നോക്കി കാടിൻ്റെ ഉള്ളിൽ ഒറ്റക്ക്. എൻ്റെ അമ്മോ, സമയം 10:30 മണി. കണ്ട 500 രൂപ കിടക്കണണ്ട. വെള്ളം എന്താ ചെയ്ബ്രോ? ട്രാൻസ്ഫോമറിൻ്റെ അവിടം വരെ ആനയൊക്കെ നിൽക്കണ്ടായിരുന്നു. കേട്ടിക്കോ വേറെ രക്ഷയൊന്നുമില്ല. ഓ ഇടിച്ചു പോയേ. നമ്മുടെ വണ്ടി ഒന്ന് നൈസായിട്ട് കൊണ്ടേ മുട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ബ്ലോക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതാണ് ബ്ലോക്ക്. കണ്ടാ ഒരു വണ്ടി ഇങ്ങനെ വെച്ച് കൊടുക്കണം, നമ്മുടെ വണ്ടി. ഹായ് മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഉണ്ടാ, ഡിസംബർ 29-ാം തീയതിയാണ്. ഇന്ന് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജയ്ബ്രോ പറഞ്ഞു നമുക്കെന്നാ മലയാറ്റൂർ പോയാലാന്ന്. അങ്ങനെ പാരിസിനെയും പൊക്കിയെടുത്ത് ജയ്ബ്രോനെയും പൊക്കിയെടുത്ത് നേരെ മലയാറ്റൂർ പോണ കാഴ്ച ഉണ്ടാ ഇന്നത്തെ വീഡിയോയിൽ. ഗൈസ്, അപ്പം നമ്മ എയർപോർട്ടിലേക്കുള്ള വളവിലെത്തിയിടാം. ഇന്ന് നമ്മുടെ ആക്ഷൻ കാറിലാണ്ടാ പോണത് മലയാറ്റൂരിലേക്ക്. ഇപ്പം എയർപോർട്ടിൻ്റെ ജംഗ്ഷനിലെത്തി. എയർപോർട്ട് വഴി കട്ട് ചെയ്ത് മലയാറ്റൂരിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് കച്ചാമാരെ. എങ്ങോട്ട്? ഈ റൂട്ട് തന്നെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇനി നമുക്ക് 17 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ മച്ചാമാരെ. ഐസ് ഇവിടെ കിടിലം ബ്ലോക്കാണ്. കയറ്റി നമ്മുടെ ഇവിടെ വണ്ടി ഇവിടം വരെ എത്തിച്ചിട്ടാ. നമ്മുടെ വണ്ടി ചെറിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തിച്ചു. ഇല്ല, അത് വലിയ വണ്ടിയാ. ഇവിടെ നല്ല ബ്ലോക്കാണ് ഗൈസ്. മലയാറ്റൂരൊക്കെ പോകുമ്പോ ഈ വഴി വന്നിട്ടുണ്ടെങ്കിൽ 8-ന് പണി കിട്ടും. ഒടുക്കത്തെ ബ്ലോക്ക് ഗൈസ്. ഇവിടെ പന്നിയിറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടൻ്റെ രക്ഷപ്പെട്ടിരിക്കുന്നു. നല്ല ബ്ലോക്കാണ് ഗൈസ്. അത് ചെന്നി കയറ്റണത് ഇത്തിരി അതല്ല അല്ലേ, റോഡ് ഇത്തിരി ഇറങ്ങി, റോഡ് ഇത്തിരി ചെറുതായി. ഈ ചെറിയ വണ്ടിയിലാണ്ട് ഇന്ന് ഇറങ്ങിയത്, അതുകൊണ്ട് നമ്മൾ കയറി ഫ്രണ്ടിലെത്തി. പിന്നെ കുത്തി കയറ്റി ഗൈസ്. ആ വഴിയാണെന്ന് നോക്കണേ. ഒടുക്കത്തെ ബ്ലോക്ക് കേട്ടോ, ഒടുക്കത്തെ ബ്ലോക്ക്. ഒരു രക്ഷയില്ല. ഒരുത്തനെ പറയണത് എന്നെ നോക്കണ്ട കേട്ടോ ബ്ലോക്കിൽ. ഗൈസ്, ഇവിടെ മുട്ട സീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കിടുക്കാച്ചി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ബ്ലോക്കാണ്. അങ്ങോട്ടും വണ്ടി പോകണ, ഇങ്ങോട്ടും വണ്ടി പോകണ, നടുക്ക് വണ്ടി ഇരിക്കുന്നത്. നമ്മ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താ പണി കിട്ടണെന്ന് അറിയില്ല. ഒരു പാലക്കാട്ടുകാരൻ അവിടെ കിടക്കുന്നുണ്ടോ ആനവണ്ടി. അവന് ഈ ബ്ലോക്കിൽ പെട്ടി കിടക്കണേ. ബ്ലോക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാ? ഇതാണ് ബ്ലോക്ക്. കണ്ടാ ഒരു വണ്ടി ഇങ്ങനെ വെച്ചു കൊടുക്കണം, നമ്മുടെ വണ്ടി ഇങ്ങനെ വെച്ചു കൊടുക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചു കൊടുക്കണം. അവിടെ നിന്ന് വേളാങ്കണ്ണി ബസ് വനി. ഓ, അവിടെ നിന്ന് ഒരു വേളാങ്കണ്ണി KSRTC ബസ് വന്നിട്ട് കേട്ടാ. ലോക്കാണ് പക്ഷെ എല്ലാരും ലോക്കാണ്. നൈസ്. കേട്ടിക്കോ വേറെ രക്ഷയൊന്നുമില്ല. ഓ ഇടിച്ചു പോയേ. നമ്മുടെ വണ്ടി കൊണ്ട് ഒന്ന് നൈസായിട്ട് ഇടിച്ച്. അവൻ്റെ വണ്ടി ഒന്നും പൊളിയാനില്ല. കയറ്റാനെ പറയണം, കയറ്റിട്ട് ബാക്കോട്ടാ പോണ കൊണ്ടാണ്. നമ്മുടെ വണ്ടി ഒന്ന് നൈസായിട്ട് കൊണ്ടേ മുട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ബ്ലോക്കല്ലേ വച്ചാനേ, എന്ത് പറയാൻ. ബാക്കിലോട്ട് ഒടുക്കത്തെ ബ്ലോക്ക് കേട്ടോ. റോഡിൽ നിന്ന് എടുക്കുന്ന നമ്മ കേറിയൊന്നുമില്ല വണ്ടി. കേട്ടപ്പോ നോക്കിയ ഗൈസ്, മുട്ട സീൻ. എല്ലാം പച്ചക്ക് നിൽക്കണേണ്ട വണ്ടിയൊക്കെ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് ഞാൻ പറഞ്ഞത്. മലയാറ്റൂര് ചേച്ചി, മലയാറ്റൂര് എങ്ങോട്ട്? ഈ വഴിയാ നോക്കല്ലേ? കിട്ടില്ല ബ്ലോക്ക് കണ്ടാ.
ഫ്രണ്ട്സ്, അപ്പോൾ 1 മണിക്കൂറത്തെ ബ്ലോക്കിന് ശേഷം ഞങ്ങൾ പുറത്ത് ചാടിയിട്ടാ. അതെ, പിന്നെയും ബ്ലോക്കായി. അടിപൊളിയായിട്ടാ. സെന്റ് ജോസഫ് ദേവാലയം എന്നാണ് കൊടിമറ്റം, ഒറ്റമറ്റം നീലീശ്വരം എത്തിയിട്ടാ ഗൈസ്. അടിവാരം പള്ളി എത്തിയിട്ടാ. ഇനി ഇവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. അതെ, അവിടെ ഒരു കിടുക്കാച്ചി ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ, അടിപൊളി. ഇവിടെ ഒരു ദിവ്യബലിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണ കേട്ടോ. അവിടെ പായൊക്കെ ഉണ്ട്. പുലിക്കൂട് കാണാട്ടോ നമുക്ക്. വാവ്, സീരിയസ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കിടുക്കാച്ചി വിളക്കിരിക്കുന്നുണ്ട്. 8 മണി വരെ മലയാറ്റൂർ മലയിലോട്ട് കയറ്റി വിടും കേട്ടോ. 8 മണിക്ക് മുമ്പ് വന്നാലും നമ്മളെ കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എന്തായാലും കയറി നോക്കണേണ്, പോയിട്ട് നോക്കാം. ഇരുട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആനയൊക്കെ ഓടിച്ചിടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റൂല, നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കട്ടെ. ഈ സൈഡിൽ കുറേ സ്റ്റാറുണ്ട് കേട്ടോ, അടിപൊളി. അച്ഛാ സ്റ്റാർട്ടായിട്ടാ. വണ്ടി കുറേ ദിവസമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പൊടി പിടിച്ച് അല്ലാക്കായിട്ടിരിക്കണേ. നടക്കണം മച്ചമ്മരെ. ഇതിന്റെ സൈഡിൽ കൊണ്ട് കാർ പാർക്ക് ചെയ്തിട്ടാ പിന്നെ നമ്മ നേരെ നടന്നു പോണേ. നല്ല തിരക്കുണ്ട്. നക്ഷത്ര തടാകം എന്തായാലും ബർത്ത്ഡേയിട്ട് വന്ന ദിവസം എന്തായാലും അടിപൊളിയാണ്ടാ. ഇവിടെ വേറെ എന്തോ പരിപാടിയൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെയാണ് അടിവാരം ശരിക്കും. ഇവിടെ നക്ഷത്ര കവാടം എന്ന് പറഞ്ഞിട്ട് തന്നെ ഇട്ടാ. നക്ഷത്രം മാത്രമോ? വാവ്, കൊച്ചിൻ കാർണിവൽ പോലെ ഇവിടത്തെ മലയാറ്റൂർ കാർണിവൽ പ്രോഗ്രാം ഉണ്ടത്. ആസ്വദിക്കാനാണ്. പലപ്പോഴും ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് നമുക്ക് എല്ലാവർക്കും നല്ല കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്, സ്മരിക്കുന്നതും. ഞാൻ ഓർമ്മയാണ് ഞങ്ങൾ തടയിട്ടത്. അവിടെ കിടന്ന് ഉപ്പുവെള്ളം കുടിച്ച് വളരെ കഷ്ടപ്പെട്ട് കുറെ ഒട്ടനവധി ചെറുപ്പക്കാർ കൂടി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 52 ചെറുപ്പക്കാർ കൂടി 2-3 ആഴ്ച മുമ്പ് ഒരു വൈൻഡപ്പ് ചെയ്യണമെന്നുള്ള ഇവിടെ കുതിര ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ ഒരു പപ്പാനെയും കൂടി ഇരിക്കണ്ട. സമയത്ത് കേട്ടോ കേറാൻ പറ്റൂലേ? ഈ സമയത്ത് കുഴപ്പമില്ലല്ലോ. ഇവിടെ ഒരു ദേവാലയം കാണാട്ടാ, തിരുഹൃദയ ദേവാലയം. പലരും പലതാണ് പറയുന്നത്. ചിലർ പറയുന്നു നമ്മളെ കയറ്റി വിടില്ലെന്ന്, ചിലർ പറയുന്നു കയറി പോകാമെന്ന്. നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം. ഇവിടെ ഒരു സ്റ്റാറുണ്ട് കേട്ടോ, കയറാൻ പറ്റും, കയറാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിച്ചപ്പോൾ കയറ്റി വിടും കേട്ടോ. 11 മണിക്കുള്ളിൽ തിരിച്ചിറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മലയാറ്റൂർ താഴത്തുള്ള ചെറിയ പുൽക്കൂടാണ്ട. ടേബിളൊക്കെ അവിടെ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടാ, അവിടെ പഴംപൊരി കഴിച്ചു കൊടുത്തത്. ഏകദേശം മല കയറുന്നതിന് മുമ്പ് നൈസായിട്ടൊന്ന് കയറ്റിയിട്ട് കയറാന്ന് വിചാരിച്ചു. അതെ, വയറ്റിലേക്കൊന്ന് മച്ചാൻ അവിടെ ജയ്ബ്രോനെ നോക്കിക്കണേണ്ട. അവനകത്തോട്ട് കയറണല്ലേട്ടാ, അവിടെ ഇരുന്നിട്ടാ.
ഈ ബ്രോ ഓംലേറ്റും കൊണ്ടുപോയിട്ടാ. മച്ചന്മാരവിടെ പഴംപൊരി തിന്നാളാട്ടാ. ഇതേ വേറൊരുത്തം കയറി വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ. ഹായ് ബ്രോ, പലയറമ്മൻ ഉണ്ടോ? അപ്പോൾ നമുക്കിവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് മേളിലോട്ട് കയറി പോവാട്ടാ. നല്ല കാറ്റൊക്കെ വന്നിട്ടുണ്ട്, എന്താവും നമുക്ക് നോക്കാം. ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് കയറാം. അപ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ടാ പ്രാർത്ഥന ശേഷം നമുക്ക് പോവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നക്ഷത്ര തടാകം കാണാൻ പറ്റോട്ടോ. ഇവിടെ ഒരു മാതാവ് നിൽക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ സമയം 7:40 ട്ടാ. ഇനി നമ്മ കയറാൻ വേണ്ടി പോണേണ്ട. ഇപ്പം തന്നെ അത്യാവശ്യം ടയേർഡായി. ഇനി നമുക്ക് കയറാട്ടാ. ആക്ച്വലി കാർ ഇവിടം വരെ വരുമായിരുന്നു. ആ നക്ഷത്ര തടാകത്തിൻ്റെ സീൻ കാരണം നമുക്ക് അവിടെ നിന്നേ നടക്കേണ്ടി വന്നിട്ടാ. ഇവിടെ നിന്ന് ടാറിട്ട് അത് കഴിഞ്ഞിട്ടാ പരിചയ. ഇനി നമ്മ നേരെ ഓഫ് റോഡിലോട്ട് കയറണം. നമ്മരെ ഇവിടെ തുടങ്ങണേട്ടാ നമ്മുടെ മലയാറ്റൂർ മല കയറാൻ. അടിപൊളി. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, 7:40 പെട്ടെന്ന് കയറാം, താഴ്ത്തിറങ്ങാം എന്നാണ് ആഗ്രഹം. എന്തായാലും നോക്കാം നമുക്ക്. ഗൈസ് അപ്പോൾ കയറി ഇറങ്ങണ കുറച്ച് പേരെ കണ്ടിട്ടാ. അവർ പറഞ്ഞ് മേളിൽ കുറേ പേരുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ഒരു വടി കിട്ടിയിട്ടാ, ആ വടിയും പിടിച്ച് കയറാം. ആട് ജീവൻ്റെ ഉറവിടം നീതിയിട്ടുണ്ട്. ചുറ്റും കാടാണ് ഈ മലയുടെ. അതുകൊണ്ട് തന്നെ വൈൽഡ് ആനിമൽസിലേക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റോട്ടാ. ഒന്നും പറയാൻ പറ്റില്ല, വൈൽഡ് ആനിമൽസ് അല്ലേ, എല്ലാം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. കുറേ നാളായിട്ട് ട്രെക്ക് ചെയ്യാത്തതുകൊണ്ട് നല്ല കടപ്പായിരിക്കോട്ടെ മച്ചന്മാരെ, ഒന്നും തോന്നരുത്. ഇവർ എണ്ണിട്ടിട്ട് ഉടനെയുള്ള കേസ്. ബാക്കിൽ കുറച്ച് പിള്ളേർ വരുന്നുണ്ട് കേട്ടോ. സീനില്ല, ഞാൻ രക്ഷപ്പെട്ട്. ആക്ച്വലി കഴിഞ്ഞ വർഷം എനിക്ക് ഒരു മുട്ടുകാലിന് ഒരു സീൻ കിട്ടിയിട്ടുണ്ട്. മല കയറുമ്പോൾ കുഴപ്പമില്ല, മല ഇറങ്ങുന്ന നേരത്ത് എൻ്റെ 2 മുട്ടുകാലിൻ്റെ സൈഡിൽ നല്ല പെയിനായിരിക്കും. ഇതിപ്പോൾ കയറിപ്പോണ്ട്, ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അറിയാം ആ പെയിൻ ഇപ്പോഴും ഉണ്ടാകുന്നു. ഇത് നോക്കിയേ, ചുറ്റും കാടാണ്ടാ. ആനയൊക്കെ ഒന്നും ഓടാൻ പറ്റൂലേ, അതാണ് പ്രശ്നം. എന്നിപ്പോൾ 29/12/2023 ഞാൻ ഈ മല കയറണത്. ഇത്രയായിട്ട് പള്ളിയിൽ പോകണ്ടേ എന്ന് ചോദിച്ചത്. എന്തായാലും മലയാറ്റൂർ തന്നെ കയറാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇനി ഫുള്ള് കയറാൻ പറ്റുമോ അറിയില്ല. എന്തായാലും എന്നെ കയറ്റണേ പുണ്യാളാ എന്ന് പറഞ്ഞാട്ടാ ഞാൻ പോണത്. നിരപ്പായിട്ടുള്ളതെല്ലാം കഴിഞ്ഞിട്ടാ. ഇനി നോക്കിയേ, കുത്തനായിട്ടുള്ള കയറ്റമുണ്ട് ഇനി അങ്ങോട്ട്. അപ്പോൾ ഇവിടെ ആരംഭിക്കണേ മച്ചാമാരെ. എൻ്റെ അമ്മോ, രക്ഷയില്ല മച്ചാമാരെ. കൂരാക്കൂരി ഇട്ട് അപ്പുറത്തും ഒരു രക്ഷയില്ല. 1-ാം സ്ഥലം എത്താൻ പോണുള്ളൂട്ടാ ഫ്രണ്ട്സ്. ഞങ്ങൾ 1-ാം സ്ഥലത്തെത്തി. എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല ഗൈസ്. ആഴ്ചയൊക്കെ ട്രിപ്പായി സെറ്റായിട്ടിരിക്കണേ. ശരി ബ്രോ. അയ്യോ എൻ്റെ പുണ്യാളാ, പെട്ടെന്ന് എത്തിക്കണേ. 2-ാം സ്ഥലം എത്തി ഗൈസ്. താഴെ കാര്യമില്ല, കൊടുങ്കാട്ടിൽ 8 മണിക്ക്. അയ്യോ, 3-ാമത്തെ സ്ഥലത്തെത്തിയിട്ടാ മച്ചാമാരെ. വേണ്ട, 3-ാമത്തെ സ്ഥലത്തെത്തിയിട്ടാ. എല്ലായിടത്തും പ്രാർത്ഥിച്ചാണ് ഞാൻ കയറണേട്ടാ. പ്രാർത്ഥന ഞാൻ വീഡിയോ എടുക്കണ. 3-ാമത്തെ സ്ഥലത്തെത്തി. പിന്നെ ആ ഇരുന്നാണ്ട പോണത്, രക്ഷയില്ല. അയ്യോ, 4-ാമത്തെ സ്ഥലം. അയ്യോ, എത്രാമത്തെ സ്ഥലം എത്തി? 5 എത്തിയാ. എൻ്റെ പുണ്യാളാ. വെള്ളം താ ജയ് ബ്രോ. അയ്യോ, ഐ ആം ടോട്ടലി ഡെഡ്.
നക്ഷത്ര തടാകമൊക്കെ കാണുന്നുണ്ട്. അയ്യോ ആദ്യമായിട്ടാണ്ടാ പാരിശി കയറിയേക്കണത്. മലയാറ്റൂര് 4-6 പ്രാവശ്യം കയറിയിട്ടുണ്ട്. അതിസുന്ദരമായിട്ട് വ്ളോഗ് എടുക്കാമെന്ന് ഞാനാണ് കഴിച്ചത്. ഒരു രക്ഷയില്ലട്ടാ. തളർന്നൊടിഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവമേ ഇതേത് പറ. ഒരാവശ്യം ഉണ്ടാകുന്നില്ല. അതിലേ കൂടി മര്യാദ വന്നതായിരുന്നു. ചീബ്രോൻ്റെ പുറകെ പോയ സീനാണ് എൻ്റെ കർത്താവേ. 7ാമത്തെ സ്ഥലത്ത് കഴിച്ച് നിങ്ങൾ വിചാരിക്കണമല്ലോടാ കയറി അങ്ങോട്ട് പോണേ. നോ സീൻ. നമ്മ ഈ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ പറ്റുമോ? 8ാം സ്ഥലമെത്തി. 11 വേണം. 8, 9, 10 എത്താറായിട്ടുണ്ട് നമ്മ ഇത് എത്രാമത്തെ സ്ഥലമാണ് കഴിഞ്ഞത്? 9 കഴിഞ്ഞല്ലേ? 9ാം സ്ഥലം കഴിഞ്ഞ് നമ്മൾ നടക്കുകയാണ്. 10ാം സ്ഥലം എത്താറായിട്ടാ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ്ടാ ഒരു ബർത്ത്ഡേക്ക് ഞാൻ മലയാറ്റൂർ മല കയറണത്. അടിപൊളി. എൻ്റെ മേലിലൊക്കെ നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് ഗൈസ്. എന്തോ കനങ്ങുണ്ട് അല്ലേ? കൊരങ്ങനാണെന്നോണ്ടോ. അങ്ങനെ 10ാം സ്ഥലം എത്തിയിരിക്കുകയാണ് ഗൈസ്. 10ാം സ്ഥലം എത്തിയപ്പോൾ മരത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നു. അത് മരം വളയുന്ന സൗണ്ട്. നമ്മുടെ പുറകിലായിട്ട് 4 പേരും കൂടി വന്നിട്ടാ. 11ാമത്തെ ജംഗ്ഷൻ എത്തി. ജംഗ്ഷനല്ലല്ലോ, 11ാമത്തെ സ്ഥലം എത്തി. അയ്യോ പാണി. ഏയ് ബ്രോ, എനിക്കും വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാൻ പോലും ഒന്നും ആവുന്നില്ല. എനിക്ക് വേണ്ടി ചെയ്യ് ബ്രോ, പ്രാർത്ഥിച്ചോളൂ. അയ്യോ വിടിറ്റ് 12ാം സ്ഥലം എത്തിയിരിക്കുന്നു. നമുക്ക് പള്ളി ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. പിന്നെ ദൈവം എല്ലാവരെയും രക്ഷിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് മാത്രം വരുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കയറുന്നത്. ദൂരെ നോക്കിയാൽ കണ്ട നമ്മ വന്നത് അവിടെ നിന്ന് ഇവിടെ എത്തി. നടന്ന് 13ാം സ്ഥലം. ഇവിടെ സ്റ്റാർ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മരത്തിലൊക്കെ കുറേ കുരിശൊക്കെ കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ സ്ഥലവും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഇവിടെ ഒരു മച്ചാൻ, 2 മച്ചാന്മാരെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഡോഗ്സാണോ നിങ്ങൾ? ഹൈ മാൻ, വിട്ടോട്ടെ. ഇവിടെ കുപ്പി ഉണ്ടായിരുന്നു. കുപ്പി നമുക്ക് ഇതിൻ്റെ ഉള്ളിടാം കേട്ടോ. കയറിക്കോട്ടെ മച്ചാനെ. ഡാ ശരിക്കും നമ്മൾ ഈ ജീൻസൊക്കെ ഇട്ട് കയറിയല്ലേ പണിയാണ്. എന്തായാലും നല്ല ടയർഡായി എത്തിപ്പറ്റി. അതിൻ്റെ മേലിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. നൈസ്. അമ്മ ടോപ്പിലെത്തി കഴിച്ചു. മാർത്തോമ മണ്ഡപം. ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഇവിടെ ആരുമില്ല കേട്ടോ. സമയം 8:41. ഇവിടെ വെള്ളം കുടിക്കാൻ ഫിൽറ്റർ വാട്ടർ ഉണ്ട് കേട്ടോ. നമ്മുടെ വെള്ളം തീർന്നിരിക്കണേ. ഈ സമയത്തുകൊണ്ട് ക്യാൻറ്റീനൊന്നുമില്ല, എല്ലാം അടച്ചിരിക്കണേ. എന്തായാലും അടിപൊളി ഒരു ബർത്ത്ഡേ ദിവസം വരുന്നുണ്ട്. ഇത് ഇവിടെ വെള്ളമുണ്ട്. വെള്ളം എടുക്കട്ടെ. രണ്ടുപേരും സംസാരിച്ചിരിക്കണേള. വെള്ളക്കുപ്പി എടുത്തിട്ടാ. അപ്പോൾ ഉണ്ണിയാളുടെ അടുത്ത് എത്തിയിട്ടാ. ഞങ്ങൾ തോമസ് ലീയുടെ അടുത്ത് എത്തിയിട്ടാ. ഉണ്ണിയാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ച് കിതപ്പ് കിട്ടണേ.
അങ്ങനെ പാരിഷും ആദ്യമായിട്ട് തോമസ് ലിയാനെ കണ്ട്. അങ്ങനെ ബർത്ത്ഡേയുടെ അന്ന് പുണ്യാളിനോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി ഗൈസ്. പുണ്യാള അടുത്തോളം കാണാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പ്രാർത്ഥിക്കട്ടെ. മെഴുകുതിരി കത്തിക്കാട്ട, പക്ഷെ നല്ല കാറ്റാണ് കണ്ടാ. അപ്പോൾ നമുക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഇത് കെട്ടു. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടാ. ജയ് ബ്രോ, ഈ പള്ളീന് എന്തെന്നാ പേര്? ആന കുത്തിയ പള്ളിയാ? അതെന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? ആന കുത്തി പൊളിച്ചാ? ആ, ഇവിടെ ആന കുത്തിയ പള്ളിയുണ്ട് കേട്ടാ. ആന കുത്തിയ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഫുള്ള് ആന കുത്തിയ പാടാണത്. ലൈക്ക് എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് എനിക്കറിയില്ല ഗൈസ്. ജയ്ബ്രോക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ആ, അതവിടെ എഴുതിയിട്ടുണ്ട്. മലമുകളിലെ ഏറ്റവും പുരാതന കപ്പേള സ്ഥാപിതം 1595. 1868 വരെ കുറിച്ചുകൂടി. ആ കാലഘട്ടങ്ങളിൽ ധാരാളം വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് കാട്ടാനകൾ ഈ പള്ളിയെ ആക്രമിച്ചിട്ടുണ്ട്. കപ്പേളയുടെ പുറകിലെ ചുമരിൽ കൊമ്പനാനകളുടെ കുത്തേറ്റ ഒരടിയോളം കൊമ്പ് തുളഞ്ഞ് കയറിയതിൻ്റെ പാടുകൾ കാണാം. അതുകൊണ്ടാണ് ആനകുത്തിയ പള്ളി എന്ന് പറയാൻ കാരണം. ഇതാണ് സംഭവം. ഓ, അവിടെ അടിയോളം ആനയുടെ കൊമ്പ്. ഓ, അതാണ് ബാക്കിൽ പണ്ടായിട്ട് ആനകൾ ആക്രമിച്ചതാണ്ടാ. എന്നാലും എന്തിനാണ് ആന വന്നത്? ആ, അതായിരിക്കും സംഭവം. ഇവിടെ നോക്കിയാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ കിട്ടും ഇവിടെ. ചന്ദ്രൻ അല്ലേ? ചന്ദ്രൻ. താഴത്തെ അടിവാരത്തെ കാഴ്ചകൾ ഫുള്ളായിട്ട് കാണാൻ പറ്റും നമുക്ക്. എടാ, ഇടയ്ക്ക് ലൈറ്റ് എത്തിക്കണം അല്ലേ? കുനുകുനാന്ന്. ഇവിടെ നിശബ്ദത പാലിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ആനകുത്തിയുടെ പള്ളിയുടെ ഉള്ളുവശോട്ടാ. ഇതാണ് ആനകുത്തിയ പള്ളിയുടെ ഉള്ളുവശോട്ടാ. അതിൻ്റെ പുറകുവശത്താണ് ആന കുത്തിയത്. ഷൂസ് ഇട്ടിട്ട് വെക്കണോണ്ട് ഞാൻ അകത്ത് കയറി പ്രാർത്ഥിക്കണ വയസ്സ്. ഞാൻ ഇവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ജയ്ബ്രോ വേറെ എന്തോ കൂടി ഉണ്ട് കാണാനെന്ന് പറയുന്നുണ്ട്. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇവിടെ വന്നേക്കണം, അതുകൊണ്ട് ഫുള്ളായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അത്ഭുത ഉറവയുണ്ട്, അത് കാണാൻ വേണ്ടിയുള്ള പോക്കാണ്ട. ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോൾ നല്ലൊരു വിഷ്വലാണ്ട. അത് ക്യാമറയിൽ പടർത്തുമ്പോൾ അത്ര വലിയ വിഷ്വലായിട്ട് തോന്നല്ല കേട്ടോ. ഇവിടെ നല്ല കാറ്റാണ്ട. ശരിക്കും ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പയ്യെ നടക്കാം. അയ്യോ, ഫ്ലൈറ്റ് സൂപ്പർ. ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ജിയോക്ക് റേഞ്ച് വരും കേട്ടോ മേലിൽ. ആരെങ്കിലുമൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കാം. വെള്ളത്തിനായി പാറയിൽ കുത്തിയെന്നും അപ്പോൾ അവിടെ നിന്നും ജലപ്രവാഹം ഉണ്ടായെന്നും പറയപ്പെടുന്നു. ആ സ്ഥലത്താണ് ഈ കിണർ. ഈ കിണറ്റിലെ ജലം ഉപയോഗിച്ച് പലർക്കും രോഗശാന്തി ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു. രോഗശാന്തിക്കായി ഈ ജലം ഇന്നും ഉപയോഗിക്കുന്നു. ഇതാണ് മിറാക്കുലസ് വാട്ടർ സ്പ്രിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. മിറാക്കുലസ് വാട്ടർ സ്പ്രിംഗ് അല്ലേ? അത് വലിയൊരു അതാണോ? ഇല്ല, ഇവിടെ കാണാം, അടിവശം കാണാം. ആ, ഇത്ര ഉള്ളല്ലേ? പക്ഷെ അത് ഉറവ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. ഓ, സംഭവടികളെ. എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടാവുന്നത്. ഓ, അത്ഭുതം അല്ലേ? ഇതാണ് മിറാക്കുലസ് വാട്ടർ അല്ലേ? വാട്ടർ സ്പ്രിംഗ്. മിറാക്കുലസ് വാട്ടർ സ്പ്രിംഗ്. ശരിയാണ്, ഇത്ര താഴത്താണ് ലൈറ്റൊക്കെ എത്തി കിടക്കണ്ട. എന്നിട്ട് ഇതിൻ്റെ മേളിൽ വെള്ളം കുറവാ. ഇടുക്കി സ്ഥലങ്ങളിലും മലപ്രദേശത്ത് കട്ടപ്പനയിലൊക്കെ മറ്റേ കോയൽക്കുണറ കുത്താൻ മെഷീൻ കൊണ്ടു കുത്തിയിട്ടൊക്കെ വെള്ളം കിട്ടും. അതെ, അത്ഭുത കിണറിന്ന് വെള്ളമൊക്കെ കഴുകി പ്രാർത്ഥിച്ച് പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടാ ഗൈസ്. കേട്ടാ ഏറ്റവും ടോപ്പിലെ പള്ളി.
ഇത്രയും ദിവസം എന്തായാലും പുണ്യാള പള്ളിയിൽ വന്ന് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റിയ ഞാൻ സന്തോഷവാനാണ്. ഹാപ്പി. ഇവിടെ ഒരു പൊന്നിയും കുരിശ് കാണാട്ടോ. എനിക്ക് വയ്യ. സെറ്റായിട്ടാ ചമരെ തോമസ് ലീയുടെ കാൽപ്പാദം ഉണ്ട് ഇവിടെ. അതും കൂടി കണ്ടിട്ട് നമുക്ക് നൈസായിട്ട് ഇറങ്ങാം. അടിപൊളിയായിട്ടാ. ഇവിടെ ഒരു കൊടിമരം കാണാട്ടോ നമുക്ക്. പാരിശി ചരിത്രം വായിക്കുന്നുണ്ട്. ബ്രോ തോമസ് ലീയുടെ കാൽപ്പാദം വയ്ക്കണല്ലേ, അതവിടെ അല്ലേ? നമുക്ക് അതും കൂടി കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ നക്ഷത്ര തടാകത്തിൻ്റെ കിഡിലൻ വ്യൂ കണ്ടിട്ടാ. എന്ത് സാധനം ബ്രോ? നക്ഷത്ര കവാടോ? വാവ്, അടിപൊളി. ഇവിടെ നല്ല വിഷ്വൽ ഉണ്ട് കേട്ടോ. പക്ഷേ ക്യാമറയിൽ എത്ര ക്ലിയർ അല്ല. എത്ര മേളില്ല നമ്മൾ നിൽക്കണേന്ന് ഇവിടെ കയറിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. നോക്കി എല്ലാം. എടാ അത് നക്ഷത്ര തടാകം ഇല്ലട്ടോ പരിചയം. അത് റൺവേ ആണ്. റൺവേ എയർപോർട്ട്. നക്ഷത്ര തടാകത്തെ അത് റൺവേ എയർപോർട്ട് കണ്ട. എയർപോർട്ടാണ് വെച്ചാൽ അവിടെ കാണുന്നത്. തോമസ് ലീഹയുടെ പാദമുദ്ര. നേർച്ചയുടെ തന്നെ അവിടെ അത്ര ഗ്യാപ്പുള്ളപ്പോൾ ഇതിനുള്ളിൽ കൊണ്ട് നേർച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന നോക്കി. ആ ഗ്ലാസ്സിലൊക്കെ പേരൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ. സെറ്റ് ബെറ്റി, ലിജു, അമ്മു, കുറേ പേരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ട 500 രൂപയൊക്കെ കിടക്കണണ്ട. നോക്കി ഇതൊക്കെ നോക്കിയത് സൂം ചെയ്തെടുക്കണത്. ഇതൊക്കെ ആൾക്കാരുടെ പേരാണ്. അതൊക്കെ എഴുതി തിരി വെച്ച് എഴുതിയിട്ടേക്കണേ. എന്ത് വൃത്തിയായിട്ട് പരിപാടിയാണല്ലേ. ഇതാണ് നമ്മുടെ തോമസ് ലീയുടെ കാൽപ്പാദം. ആ റൗണ്ടിൽ വരച്ചിട്ടേക്കണേ കേട്ടോ. നമുക്ക് ഇവിടെ വന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. 500 രൂപ നോട്ട് കിടക്കുന്നത് കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് ആ പാദത്തിലാണ്. അപ്പോൾ മച്ചാൻ വരെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇപ്പോൾ ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു 8 പേരുണ്ട് കേട്ടോ എൻ്റെ മേലിൽ. സമയം ഇപ്പോൾ 9 മണി. 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഓഫാകും. അപ്പോൾ 11 മണിക്കുള്ളിൽ താഴ്ത്തി ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. ലൈറ്റ് മൊത്തം ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് മുട്ട സീനാവും. ഫുള്ള് ഇരുട്ടത്ത് ഇറങ്ങേണ്ടി വരും. ലൈറ്റൊക്കെ കിടത്തണേ മുമ്പ് നമുക്ക് താഴ്ത്തെത്താം. നമ്മുടെ വീഡിയോ ഞാൻ എടുക്കണില്ല. എന്തായാലും നല്ല ടയർഡായിരുന്നു കയറി വന്നപ്പോൾ. ഒറ്റ സ്ട്രെച്ചിലാണ് കയറിയത്, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേടാ. പിന്നെ അതെ അവർ രണ്ടുപേരും അവിടെ കഥയും പറഞ്ഞിരിക്കണം. വടിയുണ്ട് നേരെ താഴത്തേക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ വച്ചാമരെ ബൈ ബൈ. വച്ചാമരെ എൻ്റെ തലയുടെ മേളിൽ കൂടി ഫ്ലൈറ്റ് പോകണം. വച്ചാമാര് ഇവിടെ വൈകുന്നേരം 6:30 മണിയാകുമ്പോ ലൈറ്റ് കത്തിക്കോട്ടെ. സന്ധ്യ ആകുമ്പോ ലൈറ്റ് കത്തിക്കും. 11:30 മണി വരെ ലൈറ്റ് ഉണ്ടാവും. അത്രയും ടൈമേ ഈ ഫോറസ്റ്റുകാർ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ, ഫോറസ്റ്റ് ഓഫീസേഴ്സ്. യെസ്. പിന്നെ മൃഗങ്ങളുടെ ഈ പാസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനയ്ക്ക് ഇതുവഴി പാസ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ അവർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാനുള്ള രീതിയിലാണ് ഈ സമയം വെച്ചേക്കുന്നത്. അതെ അല്ലേ. അപ്പോ ഇവിടെ പെട്ടുപോകുന്നവരുണ്ടാവും ചിലപ്പോ രാത്രി. 1-2 ആൾക്കാർക്ക് ഇറങ്ങി പോകാൻ പേടിയുണ്ടെങ്കിൽ താഴെ വിളിച്ച് ചോദിക്കും. അപ്പോൾ ഇവിടെ കിടന്നോളാൻ പറഞ്ഞാൽ ഇവിടെ റൂമൊന്നും ഇല്ല, അവിടേക്കായിട്ടൊക്കെ കിടന്നോളാം. ആ സംഭവമാണല്ലേ. എന്തായാലും ഇവിടെ രാത്രിയൊക്കെ വന്നവര് ട്രാപ്പാണ്. ബ്രോ അടുത്ത ആഗ്രഹം പറഞ്ഞിരിക്കുകയാണ്ട ഗൈസ്, ഒരു ദിവസം രാത്രി ഇവിടെ വന്ന് കിടക്കണമെന്ന്. എന്താണ് സംഭവിക്കാൻ പോണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആ ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മച്ചാമാരെ അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ഇനി അടുത്തേക്കും വലിച്ചു നീട്ടി കൊളോകള. ഇത് എത്ര സ്ഥലം? ഇത് 12ാം സ്ഥലത്ത് വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാനുണ്ട. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ. രാത്രിയൊക്കെ വന്നവർ സൂക്ഷിക്കണോട്ടാ. കാരണം കണ്ട ചുറ്റും ഫോറസ്റ്റാണ്. ഇപ്പം ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അടിപൊളിയാണ്. 11 മണിക്കുള്ളിൽ താഴ്ത്തിറങ്ങണം എന്തായാലും. ഇപ്പം തന്നെ എത്തും നമ്മ. ഫുള്ള് ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു ട്രാപ്പായിട്ടാ.
അവരേറ്റവും മേളിലായി പോയി. ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. ഒറ്റക്കായി പോയി. നോക്കി കാടിൻ്റെ ഉള്ളിൽ ഒറ്റക്ക്. എൻ്റെ അമ്മോ, സമയം 10:30 മണി. ടാർഗറ്റ് അങ്ങോട്ട് ഓടാന്ന് വെച്ച് കഴിഞ്ഞാൽ മല കയറേണ്ടി വരും. താഴത്തേക്ക് ഓടാം, അത് നടക്കുള്ളൂ. കഴിഞ്ഞ ദിവസം വരെ ഈ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് ആന ഉണ്ടായിരുന്നിട്ടാ. ഞാൻ അതേ താഴത്തെത്തി. ഇവിടെ നിൽക്കണേ. അവർ താഴത്തോട്ട് ഇറങ്ങി വന്നിട്ടാ. പാരിച്ചു വന്ന് കിടന്നിട്ടാ. ചേട്ടൻ പറഞ്ഞേ തൊട്ടടുത്ത് വരെ ഇതുണ്ടായിരുന്നു, മീൻസ് ആന ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, ഓടി കയറി പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞത്. സീനാണ്ടാ. അവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ അവിടം വരെ ആനയൊക്കെ നിൽക്കണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. എന്തായാലും ഞാൻ ഓടി രക്ഷപ്പെട്ട് താഴത്തെത്തി. 7:40 കയറിയിട്ട. കറക്റ്റ് 10 മണിക്ക് നമ്മ താഴത്തെത്തിയിട്ട കൈസ്. ഇരിപ്പിടാണ്ടാ മല കയറിയത്. ഞാൻ പറയാൻ വിട്ടുപോയി കൈസ്. ഇവിടെ നിന്നൊരു ചോളം മേടിച്ച് കാച്ചി കൈസ്. അവൻ പാനിപ്പൂരി മേടിച്ചടിച്ച്. ഇവിടുത്തെ തിരക്കണ്ട. ബൈ ബൈ.